ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം മുമ്പ് എടുത്തു വെച്ചാണ്. കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാത്ത കാരണം എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതാണ് 2 ദിവസമായിട്ട് വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നാടൻ കറികളുമായിട്ടുള്ള ഒരു ദിവസം എന്ന് പറയാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടുന്നതൊക്കെ വെച്ചിട്ട് ചുമ്മാ ഒരു കറി ഉണ്ടാക്കി. പിന്നെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഫ്രോക്ക് നൈറ്റി അതുപോലെ തന്നെ കുർത്തി, ഇത്രയും സംഭവങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് നമ്പർ ഞാനിവിടെ തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കും. 6282893485 ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോൾ ചെയ്യണ്ട എന്ന് പറയാനായിട്ട് കാരണം, ഈ ഒരു വാട്സപ്പ് നമ്പർ കണ്ടിട്ട് അതിനകത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമ്മിങ് ഉണ്ട്. ഞാൻ നമ്പർ അങ്ങനെ ചാർജ് ചെയ്യാറില്ലാത്തൊരു നമ്പറാണ്. കാരണം എനിക്കതിന് വാട്സപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇൻകമ്മിങ് ഉള്ളത് കൊണ്ട് കുറേ ചേട്ടന്മാർ ടച്ചിനിരുന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ കോൾ എടുക്കാണ്ടിരിക്കും. പക്ഷേ നമ്മൾ എന്തെങ്കിലും നമ്മുടെ എന്താ പറയുക, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും സ്ത്രീകൾ വിളിച്ചാൽ പോലും നമുക്കറിയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് പൊന്നു ചേട്ടന്മാരെ, ഞാനാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിലാണ്. ഞാൻ പല പ്രാവശ്യം വീഡിയോയ്ക്കകത്ത് പറയണം, പിന്നെ എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീകളൊക്കെ ഇഷ്ടംപോലെ ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ പോയി കണ്ടുപിടിക്കുക, സംസാരിക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണുക. അതിനപ്പുറത്തേക്ക് ഒരു സംസാരത്തിനും എനിക്ക് താല്പര്യം ഇല്ല. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവരെയൊക്കെ നോക്കുക കേട്ടോ. ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും വീണ്ടും വിളി കേൾക്കണതുകൊണ്ട് പറയണതാണ്. പിന്നെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ താല്പര്യവും ഇല്ല, എനിക്ക് അതിന് സമയവും ഇല്ല, താല്പര്യം ഒട്ടുമില്ല കേട്ടോ. എനിക്ക് ഒരു കുടുംബമുള്ളതാണ്. എന്താ പറയണേ, നമുക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടൊരു ജീവിത മാർഗം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ യൂട്യൂബിലേക്ക് ഇറങ്ങിയത്. ഓക്കെ, അതെന്നോർത്ത് എന്താ പറയണേ, അഭിമാനം വിട്ടിട്ട് ഞാനൊരു കളിക്കില്ല. എനിക്കതിന് താല്പര്യവുമില്ല. നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ ആ ഒരു സ്വഭാവത്തിൽ തന്നെ തുടർന്ന് പോകാൻ എനിക്ക് താല്പര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതൊരു ടൈം പാസോ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ദയവേത് വിളിച്ച് ഉപദ്രവിക്കരുത്. പിന്നെ എന്നെ പേഴ്സണലി വിളിക്കുന്ന കുറച്ച് ചേച്ചിമാരുണ്ട്, അവരോടല്ല കേട്ടോ പറഞ്ഞത്. കുറച്ച് എന്താ പറയണേ, ഞാൻ പറയണില്ല, അതിന് ബാക്കിയൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞു നിർത്തണേ, അത്രയ്ക്കും അടുത്തിട്ട് പറയണതാണ് കേട്ടോ. വീണ്ടും 2-3 വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കാരണം ഉണ്ടായിട്ടാണ്. വാട്സപ്പ് ചെയ്യാൻ പറയണത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വാട്സപ്പ് നമ്പർ കൊടുത്തേക്കുന്നത്. അതിനകത്തേക്ക് നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റി വേണം, അല്ലെങ്കിൽ നൈറ്റി എങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രം വാട്സപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പമാണ്. കുറേ ദിവസമായിട്ട് അപ്പം തന്നെയാണ് കേട്ടോ. അപ്പം ഇവിടെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതങ്ങ് കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ടൊരു കിഴങ്ങ് കറി ഉണ്ടാക്കണം. പിന്നെ ചോറിന് കറിയായിട്ട് ചേമ്പ് കറി വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചേമ്പില്ല, നമുക്ക് ചേമ്പ് പോയി പറിച്ചിട്ട് വരണം. അപ്പോൾ ആദ്യം തന്നെ കിഴങ്ങ് കറി വെക്കാനായിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കിഴങ്ങ് അടുപ്പിൽ വെക്കുമ്പം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കരുത്. ഞാൻ അറിയാണ്ട് ചാടി അങ്ങ് ഇട്ട് വെക്കുമോ, നമ്മൾ ആ ചെയ്ത് പഠിച്ച ആ ശീലത്തിൽ അങ്ങ് ചെയ്യണതാണ്. പക്ഷേ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേവാൻ താമസം ഉണ്ടാവും. അല്ലാണ്ട് നമ്മളിത് വെറുതെ വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചിട്ട് പിന്നീട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എത്ര മണിക്കൂർ ഇരുന്നാലും നമ്മൾ കഷ്ണം അങ്ങ് വേവും. എന്നാലും എന്താ പറയുക, ഒരു നന്നായിട്ട് സോഫ്റ്റായിട്ട് അങ്ങ് ഉടഞ്ഞു വരികയില്ല. കിഴങ്ങൊക്കെ വെന്ത് വന്നാലും ഉള്ളിലിങ്ങനെ ചെറിയ രീതിയിൽ ഹാർഡായിട്ടിരിക്കും. അപ്പം നല്ല രീതിയിൽ വെന്ത് വരണമെന്ന് ആഗ്രഹമുള്ളവർക്കാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ചേമ്പ് പറിക്കാൻ പോയതാണ്. ചേമ്പ് പറിക്കാൻ വളരെ എളുപ്പമാണ്. എന്താ പറയണേ, ഇത് നട്ട ചേമ്പല്ല കേട്ടോ. ഇങ്ങനെ ഈ ചേമ്പ് പറിച്ച് ഓരോ വർഷം ഇടും. അപ്പോൾ അതേ നിന്ന് ഇങ്ങനെ ചെറിയ ചേമ്പുകൾ ഉണ്ടായി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ ഇതിപ്പോൾ 4-ാമത്തെ വർഷമായെന്ന് തോന്നുന്നു ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. 3-ാമത്തെ എങ്ങാണ്ട് വർഷമാണ് കേട്ടോ. അപ്പോൾ ഈ എല്ലാ വർഷവും ഇവിടെ നമ്മുടെ ഓണറൊക്കെ വന്ന് പറിച്ചിട്ട് അതുപോലെ തന്നെ അങ്ങ് ഇടും. അപ്പോൾ ആ ഇടുന്ന ചേമ്പ് വീണ്ടും അവിടെ നിന്ന് മുളച്ച് ഉണ്ടാവണ ചേമ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവർ പറിക്കുമ്പോൾ എല്ലാം തരാറുണ്ട്. അങ്ങനെ അല്ലാണ്ട് പിന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. പക്ഷെ നമ്മൾ പറിച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ പറിക്കാൻ പോവാറില്ല.
ഇന്നിപ്പോൾ കറി വെക്കാൻ വേറെ ഒന്നും കാര്യമായിട്ടില്ല. അപ്പോൾ പിന്നെ ചേമ്പ് ആവട്ടെ എന്ന് ഓർത്തിട്ട് പറിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു ചുവട് പറിച്ചപ്പോൾ ഒരു ചെറിയൊരു പീസ് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ചുവടോടെ പറിച്ചപ്പോൾ നമുക്ക് കറി വെക്കാനുള്ളത് കിട്ടി. 2-3 ചെറിയ പീസ് മതിയല്ലോ നമുക്ക് ചേമ്പ് കറി വെക്കാനായിട്ട്. അപ്പോൾ ഇപ്പം നല്ല തണുപ്പായ കാരണം എനിക്ക് വീണ്ടും കഫത്തിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ചെവിയുടെ പുറകിലൊക്കെ നീർക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് സൗണ്ടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ, ഒന്ന് ചുമ വന്ന് ഞാനൊന്ന് രക്ഷപ്പെട്ട് പതിയെ വന്നതുണ്ടായിരുന്നുള്ളൂ. വീണ്ടും തണുപ്പ് നമുക്ക് ഒട്ടും പറ്റിയല്ലാത്തൊരു കാലാവസ്ഥയാണ്. ഇതാ പ്രകൃതിയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. ഇപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലൊക്കെ ഉണങ്ങി തുടങ്ങിയല്ലോ, അതുകൊണ്ട് പറമ്പിൽ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഈ ഒരു ചേമ്പ് കറി വെക്കാൻ കുറച്ച് കാന്താരിമുളക് വേണമായിരുന്നു. അപ്പോൾ കാന്താരിമുളക് പറിക്കാനായിട്ട് നോക്കിയപ്പം നല്ല ഈ മുഴുത്ത കാന്താരിമുളക് കാണുമ്പോൾ എനിക്ക് പറിച്ചുകൊണ്ട് വരാൻ തോന്നും. ചെറുതാണെങ്കിൽ പറിക്കാൻ അങ്ങനെ തോന്നിയല്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം മുഴുത്ത കാന്താരിമുളകായിരുന്നു. അപ്പോൾ നമ്മൾ മൊത്തം പറിക്കാനുള്ള ടൈമൊന്നുമില്ല, പക്ഷേ നമുക്ക് കറിക്ക് ആവശ്യമുള്ളത് പറിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നല്ല രസമല്ലേ ഭംഗി പ്രകൃതി കാണാനായിട്ട്. ആ മഞ്ഞിൻ്റെ ആ ഒരു ഇതും എല്ലാം കൂടെ കണ്ടപ്പം വീഡിയോ പിടിച്ച് കഴിഞ്ഞ് ഞാൻ അന്നേരം നമുക്ക് അറിയാൻ പറ്റുള്ളൂ, വീഡിയോ പിടിച്ചിട്ട് അപ്പം അങ്ങ് പോവുള്ളൂ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചപ്പോൾ നല്ല ഭംഗി തോന്നി. മഞ്ഞൊക്കെ അങ്ങനെ മൂടി കിടക്കണ എന്താ പറയുന്നൊരു ഹൈ റേഞ്ച് ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത്. പക്ഷേ താമസിക്കാൻ മാത്രം കൊള്ളിയല്ലാന്നുള്ളൂ. നമ്മൾക്ക് ഇങ്ങനെയുള്ള കാലാവസ്ഥ ഉച്ച കഴിയുമ്പോഴത്തേനും പൊരിഞ്ഞ വെയിലുമായിരിക്കും. അപ്പോൾ ഈ 2 കാലാവസ്ഥയും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോൾ അവർക്ക് ആരോഗ്യം താഴെ പോവും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കി കാന്താരിമുളകൊക്കെ പറിച്ചുകൊണ്ട് ഞാൻ പോന്നു. അത് കഴിഞ്ഞ് വന്ന് എന്താ പറയണേ, ചേമ്പ് ചരണ്ടി എടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പം ചുടാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ കിഴങ്ങ് വെന്ത് വന്നിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ പറയുകയും ചെയ്തു, സാധാരണ എന്നെ കിഴങ്ങ് ഇങ്ങനെ വേവിക്കാൻ വെക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇടണ കണ്ടു കഴിഞ്ഞാൽ അപ്പം എന്നെ വഴക്ക് പറയും കേട്ടോ. നമ്മളറിയാണ്ട് ഈ കറിക്കകത്തേക്ക് അങ്ങനെ ചെയ്ത് പഠിച്ചാൽ അങ്ങ് അറിയാണ്ട് കിട്ടുപോകും. അപ്പോൾ അതിനിടയ്ക്ക് ചേമ്പ് അരിയുന്നുണ്ട്. ബിനുവേട്ടൻ വന്ന് ഇടയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും തോന്നുവാണെങ്കിൽ, നല്ല സ്വഭാവമൊക്കെ ആണെങ്കിൽ കേട്ടോ. എന്തെങ്കിലും ടെൻഷനാണെങ്കിൽ പിന്നെ തൊടണം പിടിക്കണമൊക്കെ ദേഷ്യമായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കേണ്ടെന്ന് പറഞ്ഞ കാരണം വിട്ടുപോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ ചേമ്പൊക്കെ കട്ട് ചെയ്തിട്ട് അത് അരിയുമല്ല വഴുതനങ്ങയാണ് തോരൻ വെക്കുന്നത് കേട്ടോ. ചേമ്പല്ല, ചേമ്പടുപ്പേ വെച്ചു വഴുതനങ്ങ തോരൻ വയ്ക്കുകയാണ്. അപ്പോൾ ഈ വഴുതനങ്ങ ഇവിടെ ആർക്കും താല്പര്യമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പം തോരൻ വെച്ചാലും ഒന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഇന്നിപ്പം വേറെ ഒന്ന് പച്ചക്കറി ഒക്കെ തീർന്നിരിക്കണ കാരണം പിന്നെ അതങ്ങ് എടുത്ത് തോരൻ വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ വിനോട്ടം പറയാം, ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിലും പണ്ടൊക്കെ വീട്ടിൽ ഈ വഴുതനങ്ങയുടെ ഒരു സീസൺ ഉണ്ടല്ലോ, ആ സീസണായി കഴിഞ്ഞാൽ എന്നും ഇതായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഉണ്ടാക്കി വയ്ക്കും, വേണമെങ്കിൽ കഴിച്ചിട്ട് പൊക്കോണം എന്നുള്ള രീതിയായിരുന്നു വീട്ടിൽ. ബിനുവേട്ടൻ്റെ വീട്ടിലൊക്കെ. എൻ്റെ വീട്ടിലേക്കൊന്നും വഴുതനങ്ങ അങ്ങനെ തോരൻ വെച്ച് കഴിച്ചിട്ടില്ല. അവിടേക്ക് ഇങ്ങനെ ചീര അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ കേട്ടോ. വഴുതനങ്ങ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇന്നലെ ഇപ്പം വഴുതനങ്ങ തോരൻ വെക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞ ഈ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം നോക്കിയിട്ട് ആരുടെയും കറി വെക്കണ്ട, ഉള്ളപ്പോൾ ഉള്ളത് വെച്ചങ്ങ് കറി വെക്കാമെന്നുള്ളൂ. ഇഷ്ടമുള്ളവർ കഴിച്ചാൽ മതിയെന്ന് വെച്ചോണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതൊക്കെ ഓരോ രീതി ഓരോ സമയത്ത് പറയും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ വഴുതനങ്ങ ഉണ്ടല്ലോ, നമ്മൾ ഈ തോരൻ വെക്കണേക്കാളും എന്താ പറയണേ, കൊണ്ടാട്ടം ഉണങ്ങിയിട്ട് വറുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അമ്മച്ചി ഈ ബിനുവേട്ടൻ്റെ അമ്മ ഇങ്ങനെ വറുത്തിട്ട് ഞാൻ പ്രസവിച്ച് കിടന്ന സമയത്താണെന്ന് തോന്നുന്നു വീട്ടിൽ ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് കൊണ്ടുവന്നു തോന്നുന്നു. എങ്ങനെ ഞാൻ സംഭവം കഴിച്ചു കേട്ടോ. അപ്പോൾ പപ്പയും ഇവിടെ ഉണ്ടായിരുന്നു. പപ്പയെ അവിടെ ചെന്ന് ചോറുണ്ടപ്പോൾ ഇത് കൊടുത്തു. പപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അന്ന് മുതൽ ഞാനിങ്ങനെ വാട്ടുമായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഈ കുറച്ചുള്ളാറ് ഞാൻ വാട്ടാനൊന്നും നിന്നില്ല കേട്ടോ. അത് തോരൻ വെച്ചു. ഇനിയിപ്പോൾ വഴുതനങ്ങ കിട്ടുവാണെങ്കിൽ ഞാനത് വാട്ടി ഉണങ്ങണ രീതി കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മുടെ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പത്തിനുള്ള കിഴങ്ങ് കറിയായി. അന്നേരത്തേക്കും ധ്യാനൂട്ടൻ എന്തോ കാര്യം പറഞ്ഞങ്ങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഓരോ കാര്യം പറയുന്നുണ്ട്. അതിനിടയ്ക്ക് കിഴങ്ങ് കറി ചേമ്പ് കറിക്കുള്ള കടുക് തളിക്കണ ഭാഗമെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസം മുമ്പുള്ള വീഡിയോ ആയതുകൊണ്ട് കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ട്, അതാണ് സംഭവം. ചേമ്പ് കറിക്കുള്ള അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്ത് ഇനിയിപ്പോൾ അതൊന്ന് കടുക് തളിച്ച കറി അവിടെ റെഡിയായി. ഇതാണ് ചേമ്പ് കറി. ചേമ്പ് കറി എന്ന് പറഞ്ഞാൽ ജീരകവും തേങ്ങയും ചുവന്നുള്ളിയും കൂടെ കാന്താരിമുളകും കൂടെ അരച്ചിട്ട് കടുക് താളിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ കറിയാണ്. അപ്പോഴത്തേക്കും വഴുതനങ്ങ അവിടെ അരിഞ്ഞടുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചുകൂട്ടും ധ്യാനോട്ടും സ്കൂളിൽ പോകാനുള്ള റെഡി ആവുകയാണ് കേട്ടോ.
അച്ചാക്കുട്ടൻ പുതിയൊരു ഷൂസ് വാങ്ങിച്ചിട്ടുണ്ട്. ഷൂസ് ഇട്ടുകൊണ്ട് പോകണം. അപ്പോൾ അച്ഛ അത് കെട്ടിക്കൊടുക്കണം തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അങ്ങനെ അവരെ സ്കൂളിൽ വിട്ടു. അതിന് ശേഷം പിന്നെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. പിന്നെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് ഒരു പുതിയ മോഡൽ നൈറ്റിയും കൂടെ തയ്ക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇന്ന് സ്റ്റിച്ച് ചെയ്യുവാണ് അത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടവർക്കറിയായിരിക്കാം. കോട്ട് കോളറായിട്ട്, അതായത് നമുക്ക് ഫ്രോക്ക് നൈറ്റിയിലൊക്കെ തയ്ക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വി കോളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഓർണോടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കാരും വേണമെങ്കിൽ ഈ ഒരു ഇതേ സെയിം മോഡൽ തന്നെ ഓർണോടെ സ്റ്റിച്ച് ചെയ്ത് തരാനുള്ള മെറ്റീരിയൽ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ നേരിൽ കാണാനാണ് കേട്ടോ കുറച്ചുകൂടി ഭംഗി. ഇത് കരിനീല കളറിലെ ഡിസൈൻ തന്നെ ഒരു മെറ്റീരിയലാണ്. വീഡിയോ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാനാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. വി കോളർ നെക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു നെക്കാണ്. അപ്പോൾ ഇത് നൈറ്റി ആയിട്ട് ഫ്രോക്ക് നൈറ്റി ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം. കുർത്തിയിലും ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ കോട്ട് കോളറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്ക് ആ വീഡിയോ എന്തായാലും ഉടനെ തന്നെ ഇടുന്നതാണ്.